പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വെഡ്ഡിങ് സാരി എടുക്കാൻ പോയി എന്നുള്ള സംഭവം. അപ്പോൾ ഈ ഒരു ഇൻട്രോയിൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് റോങ് ഇൻറ്റൻഷനോടുകൂടി പറഞ്ഞതല്ല. ചേട്ടൻ്റെ ഫ്യൂച്ചർ വൈഫിനെ പറ്റിയുള്ള എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? പല്ലിങ്ങനെ ഏങ്കോണിച്ച് അങ്ങോട്ട് കയറി ഇറങ്ങിയൊക്കെ ഞാനധികം പൊസസീവ് ഉള്ള. ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ പോയി എന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ പോയി കണ്ടു, അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു. അപ്പം അവിടെ നിന്നൊരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു, ഒരു പെണ്ണിൻ്റെ ബന്ധുക്കളും കാര്യങ്ങളും എല്ലാവരും ഇവിടെ വന്നു. അങ്ങനെ ഇവിടെ വന്ന് ചെറുക്കൻ്റെ വീടും പരിസരവും എല്ലാം കണ്ട് പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ തിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഹലോ, ഐ എം മുകേഷ് യാദവ് മാധവ്. അരുൺ ജെ. ഞാനിവരെ ശ്രദ്ധിച്ചു തുടങ്ങിയത് തന്നെ ഒരു സഹോദരൻ്റെയും സഹോദരിയുടെയും ടോം ആൻഡ് ജെറി കോമഡി എന്ന രീതിയിലുള്ള റീൽസ് കണ്ടിട്ടാണ്. വളരെ പാവപ്പെട്ട നിലയിൽ നിന്ന് സ്വന്തം അധ്വാനത്തിൻ്റെ പുറത്ത് വീഡിയോ ചെയ്ത് കയറി വന്നവരാണ് ഇവർ രണ്ടുപേരും. ഈ ഇടയ്ക്കാണ് പുതുതായിട്ട് അവർ വീഡിയോ വെച്ചത്. അതുപോലെ തന്നെയാണ് അടുത്തിടെയായിട്ട് കല്യാണത്തെക്കുറിച്ചും സംസാരിക്കാൻ തുടങ്ങിയത്. അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കോമഡി എന്ന രൂപത്തിലായിരുന്നു ഇവർ പല കാര്യങ്ങളും പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ആളുകളെ ആകർഷിക്കുമെന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിനിടയ്ക്കാണ് ഈ കല്യാണക്കാര്യവും വരുന്നത്. ഒരുപക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചില കോമഡികൾ അടിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടുവരുന്നതാണ്. അതും കോമഡി റീൽസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ സംസാരത്തിനിടയ്ക്ക് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഒരുപക്ഷെ അത് പലപ്പോഴും പലർക്കും വിനയായി തീർന്നിട്ടുമുണ്ട്. കാരണം എല്ലാവരും ആ സെൻസിൽ എടുക്കണമെന്നില്ല. അതും ചില സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ കല്യാണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടുകാരും കാണും, അതുപോലെ തന്നെ മറ്റൊരു കുടുംബവും കാണും. അവരതെങ്ങനെ എടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നവും. ഒരുപക്ഷെ ആ കുടുംബം പോസിറ്റീവായിട്ട് എടുത്താലും ചിലപ്പോൾ അവരുടെ ബന്ധുക്കൾ അത് പോസിറ്റീവായിട്ട് എടുക്കണമെന്നില്ല, അവർക്കത് കോമഡിയായിട്ട് തോന്നണമെന്നില്ല. ചിലപ്പോൾ അത് കല്യാണത്തെ തന്നെ ബാധിച്ചെന്നിരിക്കാം. ആ രീതിയിലുള്ള കോമഡിയാണ് ഇപ്പോൾ അരുൺ ജെയും പറഞ്ഞിരിക്കുന്നത്. അവിടെയൊക്കെ ആ പറഞ്ഞ സമയത്ത് ഒരു കോമഡിയായിട്ട് കരുതി പറഞ്ഞതായിരിക്കാം. എന്നിരുന്നാലും ഇതുപോലുള്ള സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള കോമഡികൾ പറയുമ്പോൾ അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ചേട്ടൻ്റെ ഫ്യൂച്ചർ വൈഫിനെ പറ്റിയുള്ള എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? എൻ്റെ ഫ്യൂച്ചർ വൈഫിനെ പറ്റിയുള്ള എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ നല്ല ചിരിയായിരിക്കണം. എനിക്ക് ചിരി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എടുത്തിങ്ങനെ പൊക്കി എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അധികം തടി ഉണ്ടാവരുത്. എൻ്റെ ഒരു ആരോഗ്യത്തിന് എടുക്കാൻ പറ്റിയ കനവൊക്കെ ഉണ്ടാവാം. പല്ലിങ്ങനെ ഏങ്കോണിച്ച് അങ്ങോട്ട് കയറി ഇറങ്ങിയൊക്കെ പല്ലിരിക്കുന്നത് കാണാൻ എനിക്കത് ഭയങ്കര, അങ്ങനത്തെ പല്ല് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ടോക്കറ്റീവാണ്. അപ്പം തിരിച്ച് അവിടെ ഇരിക്കുന്ന ആളും എൻ്റെ അടുത്ത് അതേപോലെ നല്ല രീതിയിൽ സംസാരിക്കും. ഞാനധികം പൊസസീവ് ഉള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാക്സിമം ഒരു ഫ്രീഡം കൊടുക്കുന്ന മോഡേൺ ഫാമിലിയിലുള്ള. ഇവിടെ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണെന്ന് തോന്നില്ല, അങ്ങനെ ഒരു രീതിയുള്ളവരാണെന്ന് നമുക്ക് തോന്നിയിട്ടുമില്ല. പക്ഷേ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പല ഹെയ്റ്റ് കമൻറ്റും വരുന്നത് വ്യക്തമായിട്ട് കാണാനും കഴിയുന്നതാണ്. അവിടെയൊക്കെ പലരും പറയുന്നത് ഇവൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു എന്ന നിലയിലൊക്കെയാണ്. പക്ഷേ അങ്ങനെ കരുതേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ കുടുംബം അതെങ്ങനെ എടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും അതിലെ ശരിയും തെറ്റുമൊക്കെ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. ഒരുപക്ഷെ ആ കുടുംബത്തിനൊരു പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമാക്കേണ്ട കാര്യമേ ഇല്ല. എന്തായാലും നമുക്ക് എന്താണ് നടന്നതെന്ന് നമുക്കൊന്ന് നോക്കിക്കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായതിനു ശേഷം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായിരിക്കുകയാണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ പോയി എന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് പെണ്ണിൻ്റെ മുഖമൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ പെണ്ണ് കാണലായിരുന്നു. കുറേ പേര് പറഞ്ഞു ഇത് പെണ്ണ് കാണലല്ലോ, ഇത് ഉറപ്പിക്കലാണല്ലോ എന്ന്. അങ്ങനെയല്ല, അവിടെ പോയി കണ്ടു, അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു. അപ്പം അവിടെ നിന്നൊരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു, ഒരു പെണ്ണിൻ്റെ ബന്ധുക്കളും കാര്യങ്ങളും എല്ലാവരും ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ചെറുക്കൻ്റെ വീടും പരിസരവും എല്ലാം കണ്ട് പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ തിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അന്നാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കുണ്ടായതും. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഈ സംഭവം വീഡിയോസൊക്കെ. അതെ, ഈ ഒരു വാക്കാണ് ആളുകൾ ഇപ്പോൾ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുക്കാച്ചെമ്പ് ബിരിയാണി അവർ തിന്നു എന്നും ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചു എന്നും. ഇവിടെ ഇതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു കോമഡി രൂപത്തിലൊരു കാര്യം പറഞ്ഞപ്പോൾ പലരും അതിനെ സീരിയസ് ആയിട്ടാണ് എടുത്തത്. അതിൽ അവരെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയത്തില്ല. കാരണം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കോമഡി ചിലപ്പോൾ വില്ലനായിട്ട് മാറും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അവിടെ പലരും ചോദിക്കുന്നത് ഇതൊരു കച്ചവടമാണോ, നിനക്കും ഒരു പെങ്ങളില്ലേ, അതൊക്കെ കച്ചവടമായിട്ടാണോ നീ കരുതുന്നത് എന്ന തരത്തിലോട്ടും ഇതിനെ ആളുകൾ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അവരെ അറിയുന്നവർക്കറിയാം അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന്. അതുപോലെ തന്നെയാണ് ആ പെണ്ണിൻ്റെ കുടുംബത്തെ ആക്ഷേപിച്ചു എന്ന തരത്തിലും പല കമൻറ്റുകളും വരുന്നുണ്ട്. പലരും രൂക്ഷമായിട്ട് വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ കാരണമായത് അസ്ഥാനത്ത് പറഞ്ഞൊരു കോമഡിയാണ്. അതിലവരെ പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അവർക്ക് ചിലപ്പോൾ അത് കുറ്റമായിട്ട് തോന്നിയില്ലായിരിക്കാം. പിന്നീട് ഇങ്ങനെയുള്ള കമൻറ്റുകൾ വന്നതിന് ശേഷമായിരിക്കാം ഇത് പലരും തെറ്റായിട്ടാണല്ലോ എടുത്തത് എന്നുള്ള ചിന്ത വരുന്നത്. പിന്നീട് അങ്ങോട്ട് അതിനെ ന്യായീകരിക്കാനും കൂടെ വരികയാണെങ്കിൽ പലരും അതിനെയും വിമർശിക്കുന്നതായിരിക്കും.
അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും പറഞ്ഞില്ലെങ്കിൽ സത്യം പറയല്ല, എൻ്റെ ഉള്ളിൽ തന്നെ ആ സാധനം കിടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഓരോ ദിവസം കഴിയുന്തോറും ആൾക്കാർ എന്നെ ഇങ്ങനെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ഒരു അഹങ്കാരിയായ രീതിയിൽ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അത് ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് വലിയ ഒരു എന്താ പറയുക, ഒരു കുറ്റക്കാരൻ അല്ലെങ്കിൽ ഒരു തെറ്റുകാരനായി മാറും. അതിനേക്കാൾ നല്ലത് ഞാൻ ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ പലരും ഇവിടെ ഇങ്ങനെ ഒരു ന്യായീകരണമായിട്ട് വരുമ്പോഴാണ് പലർക്കും അത് യോജിക്കാൻ കഴിയാത്തത്. കാരണം ആ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് നമ്മൾ ആ ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതല്ലെങ്കിലും അതിനകത്ത് തെറ്റുകൾ ഉണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ തെറ്റാണ് എന്നൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും വലിയ കാര്യം. അതിൽ സിമ്പിളായിട്ട് പറഞ്ഞ് ഒരു സോറി പറഞ്ഞു പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. മനുഷ്യനായി ജനിച്ചിട്ടുള്ള ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. പലപ്പോഴും പല വീഡിയോ ചെയ്യുമ്പോഴും എതിരെ നിൽക്കുന്ന ആൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന രീതിയിലായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത്, ഇല്ലെങ്കിലും പല കാര്യങ്ങളും പറയുന്നത്. പക്ഷേ ചിലതൊക്കെ കയ്യിൽ നിന്ന് പോയെന്നും ഇരിക്കും. അവിടെയൊക്കെ അതിനെ ആ രീതിയിൽ കണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ പിന്നെ അതിനെ ന്യായീകരിക്കാൻ വന്നതാണ് പലർക്കും വീണ്ടും ദേഷ്യം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കമൻറ്റിൽ വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അവിടെ മറുപടി ഞാൻ കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ഓരോരുത്തരായിട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അത് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വെഡ്ഡിങ് സാരി എടുക്കാൻ പോയി എന്നുള്ള സംഭവങ്ങളെ. അപ്പം അത് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാനിങ്ങനെ വന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഇൻട്രോയിൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് റോങ് ഇൻറ്റൻഷനോട് പറഞ്ഞതല്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ ഒരു കാഷ്വൽ ടോക്കിൻ്റെ ഇടയിൽ ഒരു തമാശ രൂപേണ അങ്ങ് പറഞ്ഞു പോയ ഒരു കാര്യമാണ്. അതായത് പെണ്ണ് വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നു, അവരൊക്കെ കണ്ട് എല്ലാം ഇഷ്ടമായി. അങ്ങനെ നമ്മൾ പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ് എന്നത് ഞാൻ പറഞ്ഞു. ആ സമയത്ത് ഞാനിത് പറയുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ അല്ല എൻ്റെ തലയിലേക്കുള്ള ഓടിക്കൊണ്ടിരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് രാജമാണിക്യത്തിൽ മമ്മൂക്ക പറയുന്ന സാധനമാണ് എൻ്റെ തലയിൽ. അതെ, അവിടെ ഒന്ന് രാജമാണിക്യമാകാൻ ശ്രമിച്ചതാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മമ്മൂട്ടി പറഞ്ഞ അതേ ഡയലോഗ് പറഞ്ഞിരുന്നെങ്കിൽ ഇതിലും വലിയ രൂക്ഷമായിട്ട് പലരും വിമർശിച്ചേനെ. ഇതിങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ട് ഇത്രേ ആയോളൂ. കാരണം നമ്മൾ രാജമാണിക്യത്തിലെ കോമഡിയാണ് അടിക്കുന്നതെന്ന് അവർക്ക് തോന്നണമെന്നില്ല. പലരും ഇതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ വിവാഹം കച്ചവടമാക്കി അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ചവരും ഇക്കൂട്ടത്തിൽപ്പെടുന്ന പല കാഴ്ചക്കാരും കാണും. അവർക്ക് ഈ കച്ചവടം ഉറപ്പിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ നല്ല ബാഡായിട്ടായിരിക്കും തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പലരും വിമർശിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ആളുകൾ ഏതർത്ഥത്തിൽ എടുക്കും എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നാൽ മാത്രമേ ഇവിടെ സർവൈവ് ചെയ്ത് പോകാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന അഭിപ്രായത്തിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാനും ഇവിടെ ആളുകളുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതിനിയെങ്കിലും മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് പലരുടെയും പല അഭിപ്രായങ്ങളും പുറത്തു വരികയും അതിനെ വിമർശിക്കുകയും ചെയ്യുന്നത്. അതെപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ തോർത്തുമുണ്ട് പിടിച്ച് നമ്മൾ ഈ കച്ചവടം ഉറപ്പിച്ചത്, അതോ എന്താ പറയുക, അല്ല ഒരു സീനുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് നേരത്തെ നോക്കട്ടെ. സകല മലയാളിമാരെ ഇങ്ങാട്ടി വിളിച്ചു വരുത്തി നല്ല പൊളപ്പ 30 ചെമ്പ് ബിരിയാണി വെച്ച് തീറ്റിച്ചിട്ടാണ് ഞാൻ 30 ചെമ്പ് ബിരിയാണി എന്നോട് ഓക്കെ. അതിൽ 30 ചെമ്പ് ബിരിയാണി, ഞാനത് കേട്ടത് മുക്കാ ചെമ്പെന്ന് പറഞ്ഞിട്ട്. ഈ ഒരു കോമഡിയും കൂടെ അതിൻ്റെ കൂടെ കാണുമ്പോൾ ചിലർക്കൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാത്ത പക്ഷം ആ വീഡിയോ മാത്രം കാണുന്നവർക്ക് പല കാര്യങ്ങളും ചോദിക്കാനും കാണും, നല്ല രീതിയിൽ വിമർശിക്കാനും കാണും. കാരണം അവരാ കാണുന്നത് സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്. ഇതുപോലുള്ള കോമഡി രൂപത്തിലായിരിക്കത്തില്ല അവർ കാണുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറേ പേര് ഇങ്ങനെ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിപ്പം അവർ വന്ന് കഴിച്ചതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു എന്നും, അതല്ല എങ്കിൽ എന്താ എപ്പോഴേ ബന്ധുക്കളെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചു എന്നും, പിന്നെ എന്താ പറയുക ഒരുപാട് പിന്നെ മെച്യൂരിറ്റി ഇല്ലാതെ ഞാൻ സംസാരിച്ചു എന്നും, പൊളൈറ്റ് അല്ലാതെ സംസാരിച്ചു എന്നും, പിന്നെ മര്യാദ കുറച്ചൊക്കെ ആവാം, പിന്നെ അങ്ങനെ കുറേ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാനിത് ഇപ്പോഴെങ്കിലും അത് പറഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാനത് വലിയൊരു തെറ്റുകാരനാണ്. ഞാൻ അങ്ങനത്തെ ഒരു ദുരുദ്ദേശം ഉദ്ദേശിച്ചു അല്ലെങ്കിൽ ആരെയും കൊച്ചാക്കണമെന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ കഴിച്ചതിൻ്റെ പ്ലേറ്റിൻ്റെ തൂക്കവും കട്ടിയെടുത്തിട്ട് ഇത് മുക്കാച്ചെമ്പാണോ അരച്ചെമ്പാണോ എന്നുള്ളത് കൃത്യമായിട്ട് തൂക്കി എണ്ണി പറഞ്ഞതൊന്നുമല്ല. അത് ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. നിങ്ങൾ ഈ രീതിയിൽ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു തന്നപ്പോഴാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ റോങ് ഇൻറ്റൻഷനിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാറിപ്പോയി എന്ന് നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അതുവരെ ഞാൻ മനസ്സാ വാചാ കർമ്മണ ലക്ഷ്മണ അറിയാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ചിന്തിക്കാതെ പറഞ്ഞു പോയ ഒരു കാര്യമാണ്. എൻ്റെ മൈൻഡിൽ എന്താണ്, രാജമാണിക്യ സ്റ്റൈലിൽ ഈ സാധനം അങ്ങോട്ട് പോയാണ്, ഞാൻ അങ്ങനെ രീതി പറഞ്ഞു പോയല്ലേ. അപ്പോൾ എൻ്റെ ഉദ്ദേശശുദ്ധി അതാണ്. അപ്പോൾ ആ രീതിക്ക് അങ്ങോട്ട് അങ്ങ് പോയ കാര്യം അവിടെ നിന്ന് തിരിച്ച് നിങ്ങളുടെ കമൻസ് കണ്ടപ്പോഴത്തേക്കാണ് ഞാനൊരു ആലോചിക്കണം, ഓ ഇതിങ്ങനെയാണ്. ഇവിടെ ചില നല്ല കാര്യങ്ങളും നല്ല ഉദ്ദേശത്തോടെ ചെയ്യുകയാണെങ്കിലും അതെല്ലാം പാളിപ്പോവുകയും പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ഏരിയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടുള്ളതാണ്. അത് പിന്നീട് പല വലിയ പ്രശ്നങ്ങളിലേക്കും ചെല്ലുന്നതും നമ്മൾ കണ്ടുള്ളതാണ്. അവിടെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ ആളുകൾ അതിനെ ഏത് രീതിയിലാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ മാറ്റർ. ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരെ അവമാനിച്ചു എന്ന തരത്തിൽ, അവർക്ക് ഭക്ഷണം കൊടുത്തതിന് കണക്ക് പറഞ്ഞു എന്ന തരത്തിൽ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ അതിനെ തെറ്റ് പറയാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ വിവാഹം ഒരു കച്ചവടമാണ് എന്ന രീതിയിൽ പറയുമ്പോഴും ഒക്കെ ആളുകൾ എന്തായാലും വിമർശിക്കുക തന്നെ ചെയ്യും.
അവിടെ വീണ്ടും അതിനെ ന്യായീകരിച്ച് ചെല്ലുകയാണെങ്കിൽ ഈ പറഞ്ഞവർ വീണ്ടും രൂക്ഷമായിട്ട് പ്രതികരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർക്കും സംഭവിക്കാവുന്നതാണ്. ഇതൊരു വലിയ തെറ്റായിട്ടൊന്നും കാണാൻ കഴിയത്തില്ല. ഇത് റോങ് ആയിട്ടൊരു ഇൻറ്റൻഷനോടെ പറഞ്ഞതുമല്ല, അത് ഏത് രീതിയിലാണ് പറഞ്ഞതെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് മറുവശത്തൊരു കുടുംബമുണ്ട്. അവരതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇതിലെ ശരിതെറ്റുകൾ. അവർക്കതൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ പിന്നീട് മറ്റുള്ളവർ അത് തെറ്റാണെന്ന് പറഞ്ഞാലും അതിനെ കാര്യമാക്കേണ്ട കാര്യമില്ല. ഇനി അവർക്കത് തെറ്റാണെന്ന് തോന്നുകയും മറ്റുള്ളവരെല്ലാം അത് ശരിയാണെന്ന് പറഞ്ഞാലും അവർക്കത് തെറ്റായതുകൊണ്ട് തന്നെ അത് കാര്യമാക്കേണ്ട കാര്യമുണ്ട്. അതായത് ആ പെണ്ണിൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും അവിടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ 20 മിനിറ്റിനകം തന്നെ ആ പെൺകുട്ടി എന്നെ വിളിച്ച് സംസാരിച്ചു, അത് കണ്ടു. എന്നിട്ട് ആദ്യം തന്നെ കണ്ടോ എല്ലാവരും എന്നെ വളരെ സിമ്പിൾ പെൺകുട്ടിയാണെന്നൊക്കെ കണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അരുൺ ചേട്ടൻ ആൾക്കാർ ഇങ്ങനെ മോശം പറയുന്നുണ്ട് കേട്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് എന്ത് തോന്നിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല, ചേട്ടൻ അത് ക്യാഷ്വലി ലളിതമായിട്ട് അല്ലെങ്കിൽ ഒരു നോർമൽ ടോക്കിൽ സംസാരിക്കുന്ന പോലെ സംസാരിച്ചായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു ശരി നിൻ്റെ വീട്ടുകാർ ഇത് കണ്ടായിരുന്നു, അവർ അങ്ങനെ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു, അവരൊക്കെ അത് ചിരിച്ച് എൻജോയ് ചെയ്ത് അവർ ആ ഒരു സെൻസിലാണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അത്രയേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഇൻറ്റൻഷ്യലി ഞാനിപ്പോൾ അവർ മറ്റേ കഴിച്ചതിൻ്റെയൊക്കെ തൂക്കം എടുത്തിട്ട് ഞാനങ്ങനെ കൃത്യമായിട്ട് ടച്ച് കണക്ക് പറഞ്ഞതല്ല എന്നുള്ളത് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നു. ഇവിടെ ആ പ്രശ്നം അവിടെ തന്നെ അവസാനിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കൊരു കുഴപ്പമില്ല, ആ പെൺകുട്ടിക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതൊരു കാര്യവുമില്ലാതായി പോകും. പക്ഷേ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ഫോളോവേഴ്സ് കാണുമായിരിക്കും. അവരെ ഇഷ്ടപ്പെട്ട് വന്ന അവരുടെ കോമഡികൾ ഇല്ലെങ്കിൽ വ്ളോഗ് അതൊക്കെ ഇഷ്ടപ്പെട്ട് വന്ന കുറേ പേര് കാണുമായിരിക്കും. അവരിൽ പലർക്കും ഇത് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഇതുപോലുള്ള സംഭവങ്ങൾ വരുവാണെങ്കിൽ രൂക്ഷമായിട്ട് അവർ വീണ്ടും വിമർശിക്കും. ഈ ക്വസ്റ്റ്യനൊക്കെ അപ്പോഴും ഉന്നയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കോമഡികൾ അടിക്കുമ്പോൾ, അതായത് സീരിയസ് ആയിട്ടുള്ള മാറ്ററുകൾ പറയുമ്പോൾ ഇങ്ങനെയുള്ള കോമഡികൾ അടിക്കുമ്പോൾ അത് തെറ്റായിട്ടുള്ള രീതിയിൽ ആളുകൾ വ്യാഖ്യാനിക്കും എന്നുള്ളൊരു ചിന്ത മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ അത് മനസ്സിലുണ്ടായാൽ തന്നെ തെറ്റുകൾ സംഭവിക്കും, അത് സ്വാഭാവികമാണ്, അത് മനുഷ്യ സഹജമാണ് എന്നല്ലാതെ വേറൊന്നും പറയാൻ കഴിയത്തില്ല. ആർക്കാലും ഈ തെറ്റുകൾ സംഭവിക്കാം. അങ്ങനൊരു തെറ്റായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയത്തുള്ളൂ. എന്തായാലും ആ പെൺകുട്ടിയുടെ കുടുംബം അങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് വലിയൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെയൊക്കെ വിമർശിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയത്തില്ല. അതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.